എന്നാ ഉണ്ട് സുഖമല്ലേ? ഇന്ന് നമുക്കൊരു അടിപൊളി കേരള സ്റ്റൈൽ പോർക്ക് വെച്ചാലോ? അതിനായിട്ട് നന്നായിട്ട് ചൂടായിട്ട് വന്ന എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ 3 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും 3 പച്ചമുളക് കീറിയിട്ടതുമായിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളി ഇടിച്ചിട്ടതും കൂടി ചേർത്ത് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം വഴറ്റിയെടുക്കുക. ഇത് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് തക്കാളി ഒരെണ്ണം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു, ആ പ്യൂരിയും കൂടി ചേർത്തിട്ട് നന്നായി പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇത് പച്ചമണം മുഴുവനായിട്ട് മാറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് പൊടികൾ ചേർക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ പോർക്ക് മസാല, ഇത്രയും ചേർത്ത് ഈ മസാലപ്പൊടിയുടെയും കൂടെ പച്ചമണം മാറിയതിന് ശേഷം ലേശം വെള്ളവും കൂടെ ഒഴിച്ച് ഈ മസാല നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഗ്രേവി ഒന്ന് ലൂസായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പോർക്ക്, ഇതിലേക്ക് നമ്മൾ ഓൾറെഡി പോർക്കിൻ്റെ മസാലയും കുരുമുളകും ഉപ്പും മുളക് പൊടി ഇട്ട് വെച്ചിരുന്നതാണ്. ഇതിൻ്റെ ഈ നെയ്യും കൂടെ ചേർത്താണ് നമ്മൾ ഈ ഗ്രേവി ഇന്ന് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്രേവി നന്നായി തിളച്ച് വരണം. അപ്പം ഇതിൻ്റെ കണ്ടോ നല്ല നെയ്യ് ഇറങ്ങി വരുന്നത്, ഈ നെയ്യ് മൊത്തവും ഇറങ്ങി ഇതിലേക്കാണ് നമ്മൾ പോർക്ക് ചേർക്കുന്നത്. 1/2 കിലോ പോർക്കേ നമ്മളിന്നിവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള, നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ചേരുവകളെല്ലാം നിങ്ങളിടണം. ഓക്കെ, അപ്പം ഇത് നന്നായിട്ട് യോജിപ്പിക്കണം. ഈ ഗ്രേവിയുടെ ടേസ്റ്റ് എല്ലാം പോർക്കിലേക്ക് ഇറങ്ങി നല്ല അടിപൊളിയായിട്ടിരിക്കണം. ഇനി കുറച്ച് ഡെക്കറേഷൻ ആവശ്യമുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് നമുക്ക് വറുത്തെടുത്തതും, എരിവ് വേണമെങ്കിൽ ലേശം കുരുമുളകും കൂടെ എരിവിനനുസരിച്ച് മാത്രമേ ഇട്ട്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല അടിപൊളി കപ്പയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണേ.